ജസ്ന തിരോധാന കേസിൽ ജസ്നയെപ്പറ്റി ഒരു സൂചനയുമില്ലെന്ന് CBI റിപ്പോർട്ട്. ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും തീവ്രവാദ സംഘടനകൾക്ക് തിരോധാനത്തിൽ പങ്കില്ലെന്നും CBI റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. VS അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, 2018 ജസ്ന ഇത്തരത്തിൽ കാണാതാകുന്നതും CBI അന്വേഷണം ഏറ്റെടുക്കുന്നതും. ഒടുവിൽ CBI അന്വേഷണം അത് ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്? ബിരുദ വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുമാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കില്ല. അതിനൊപ്പം ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെയും സംസ്ഥാനത്തിന് പുറത്തുള്ളതുമായ മതപരിവർത്തന കേന്ദ്രങ്ങൾ CBI വിശദമായി തന്നെ പരിശോധിച്ചു. പൊന്നാനി, ആര്യസമാജം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിനൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു. കോവിഡ് കാലത്ത് ജസ്ന വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോ ആയ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിലെ ആത്മഹത്യ നടക്കാറുള്ള മേഖലകളിലും സൂയിസൈഡ് പോയിന്റുകളിലും ഈ അന്വേഷണം നടത്തി. എന്നാൽ ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് CBI റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. അതിനൊപ്പം പിതാവിനെയും സുഹൃത്തിനെയും BEOS ടെസ്റ്റിന് വിധേയമാക്കി, അതായത് തലച്ചോർ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവർ നൽകിയ മൊഴിയെല്ലാം സത്യമാണ് എന്നാണ് ഈ പരിശോധനയിൽ വ്യക്തമായത്. ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അന്വേഷണവും വിഫലമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ജസ്നയെ കണ്ടെത്താൻ CBI ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇന്റർപോൾ വഴി 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കി. ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനാണ് ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇന്റർപോളിൽ നിന്നും യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ തുടരന്വേഷണത്തിന് സാധ്യതയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CBI തിരുവനന്തപുരം CJM കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത്.